തന്നിണം മൂലമായി മോചനം തന്നു തൻ സ്വന്തമാക്കി എന്നെ. അവനിനി എന്നിലും ഞാൻ അവനിലുമാകയാൽ ഭാഗ്യവാൻ. എന്തു ഭാഗ്യം ജീവിതത്തിൽ, എന്തു മോദം എന്നുള്ളത്തിൽ. എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി. ഹല്ലേലൂയ. എല്ലാ മാന്യമിത്രങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ബിസിനസ് മേഖലയിൽ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്തം. ഏതൊരു കാര്യവും വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഒരു പങ്കാളിയെ ലഭിക്കേണ്ടത് ആവശ്യമാണ്. തനിയെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ടീം വർക്കിലൂടെ ചെയ്യാൻ കഴിയും. ഒരു ഗവൺമെൻറ് വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ മന്ത്രിസഭയിലെ എല്ലാ വകുപ്പുകളും കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കൂടുതൽ ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്കാണ് ബൈബിൾ നൽകിയിട്ടുള്ളത്. ഭാര്യയെക്കുറിച്ച് അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ ധർമ്മപത്നിയുമല്ലോ. ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് യുവർ വൈഫ് ബൈ കവണൻറ്റ്. ഭാര്യമാരോട് വിവേകത്തോടെ പെരുമാറുക, അവരെ സ്നേഹിക്കുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നൽകുന്നത്. അതുപോലെ ഭാര്യമാരോടായി പറയുന്നത് അവർ സ്വമനസ്സാലെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നാണ്. കീഴ്പ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്നേഹവും ബഹുമാനവും നൽകി സമർപ്പണബോധത്തോടെ പെരുമാറുക എന്നതാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം തന്നോട് അടുപ്പിക്കുവാൻ പുത്രനെ അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, അതുപോലെ നിങ്ങളും ഒന്നാകണം. ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ചു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ പങ്കാളികളായിത്തീർന്നു, അഥവാ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീർന്നു. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിക്കും നിത്യജീവനും നാം പങ്കാളികളായിത്തീർന്നു. സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരായി മാറി. തുടർന്നുള്ള ജീവിതത്തിൽ ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് വചനത്തിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ സ്വരൂപം, തനി സ്വഭാവം വിശ്വാസികളിലൂടെ പ്രകടമാക്കണം. അതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ബൈബിൾ നൽകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവിൻ, സന്തോഷിക്കുന്നവരോട് ആ സന്തോഷത്തിൽ പങ്കുചേരുവിൻ, കരയുന്നവരോടുകൂടെ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവിൻ, വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ. അതായത് ഒരാൾ അനുഭവിക്കുന്ന വലിയ ഭാരം നമ്മുടെ സാന്നിധ്യം കൊണ്ട് കുറയ്ക്കാൻ കഴിയണം. അതേസമയം ഭയനിർദ്ദേശവും വചനം നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ പാപപ്രവർത്തികളിൽ പങ്കുകാർ ആകരുത്. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളിൽ നാം പങ്കാളികളാകുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് കഴിയണം. 1 പത്രോസ് 4:13. നാം ഓരോരുത്തരും കൃപയുടെ പങ്കാളികളാണ്. സ്വർഗസ്ഥലങ്ങളിലെ സകല അനുഗ്രഹങ്ങളുടെയും പങ്കാളികളാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിനോട് നന്ദി പറയാം, ജീവിക്കാം. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരമായി പാടുവോ.